ഇനി നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് നേരത്തെ കുറേ സൂണോസിസിനെ കുറിച്ച് പറഞ്ഞു. ഗ്ലോബൽ ലെവലിൽ വേറെ ഇപ്പം കണ്ടുവരുന്ന ആഫ്രിക്കയിലുള്ള എബോളയും മാർബർഗുമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞു ആനിമൽ മൂവ്മെൻ്റ് ആണെങ്കിലും ഹ്യൂമൻ മൂവ്മെൻറ്റും ആണെങ്കിലും വളരെ കൂടുതലാണ്. ഗ്ലോബലൈസേഷനും ഫ്രീ ട്രേഡും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള മൂവ്മെൻറ്റ്സും ഒക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ എവറിത്തിങ് കംസ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഡിസീസ് ഓർഗാനിസം ട്രാൻസ്മിറ്റിംഗ് ചെയ്യപ്പെടുന്ന വെക്ടേഴ്സും ഓർഗാനിസംസും എല്ലാം നമ്മൾ കൂട്ടത്തോടെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. സോ വാട്ട് എവർ ഡിസീസസ് വെർ എൻഡമിക് ഓർ വാട്ട് എവർ ഇഷ്യൂസ് വെർ എൻഡമിക് ഡ്യൂ ടു ആനിമൽ ഹ്യൂമൻ ബാരിയർ ബ്രേക്ക്, അത് നമ്മൾ കൂടുതൽ ഗ്ലോബൽ ലെവലിലും പല കൺട്രീസ് ട്രാൻസ്നാഷണൽ മൂവ്മെൻറ്റ് കാരണം പല കൺട്രീസിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അതിൻ്റെ ഒരു ത്രെട്ട് നമുക്കെപ്പോഴും നമുക്കുള്ളിൽ ഫിയർ ഓഫ് ത്രെട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മുമ്പേ നമുക്ക് ആന്ത്രാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. നമ്മൾക്ക് ഇപ്പം പോസ്റ്റ് ആണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഫിയർ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എന്താ പറയുക, ഓവേർട്ടായിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആയതുകൊണ്ട് അതും with few organisms or few particles which contain the organism, അത് ഓവേർട്ടായിട്ട് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊരു ത്രെട്ടായിട്ട് കാണുകയും പിന്നെ അതൊരു ബയോളജിക്കൽ വാർഫെയറിലേക്ക് മാറുകയും അപ്പം അതൊരു എക്സ്ട്രീം ഫോമാണ്. അപ്പം ഒന്നും തന്നെ ആന്ത്രാക്സ്, പിന്നെ ഇപ്പോൾ കോവിഡും നമുക്കറിയില്ല. വി ആർ ഓൾവേസ് ഇൻ ദ ഫിയർ, നമുക്ക് ഇനിയും ഒരു പാൻഡമിക് ആയിട്ട് കാണുമോ, ഇനി എന്തായിരിക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ടേം ആയിട്ട് കാണുന്ന ഒരു ഹ്യൂമൻ ഹെൽത്ത് പ്രോബ്ലം ഡ്യൂ ടു പൊല്യൂഷൻ, സൂണോസിസ് ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ പല ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി. ഹിരോഷിമ നാഗസാക്കി കാരണം, മിനാമാറ്റ ഡിസീസ്, അതുപോലെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കാരണം. അപ്പോൾ അതൊക്കെ ഓരോ കെമിക്കൽസിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പക്ഷെ അത് നമ്മുടെ ഹ്യൂമൻസിനെ എഫക്റ്റ് ചെയ്ത പോലെ എത്രത്തോളം ആനിമൽസിനെയും പിന്നെ അതിൻ്റെ ബയോമാഗ്നിഫിക്കേഷനും. സോ സിൻസ് ഇറ്റ്സ് എ ചെയിൻ ഒരു ഫുഡ് സൈക്കിൾ ആയതുകൊണ്ട് ഓൾവേസ് നമ്മൾ ആദ്യത്തെ ലെവലിൽ ഉള്ള ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ കണ്ടൻറ്റോ ആയിരിക്കില്ല when it reaches the end point. End consumer എത്തുമ്പോഴത്തേക്ക് it will be completely ഒരു larger picture ആയിരിക്കും. So that kind of biomagnification, even if it's organism or even if it's chemicals, അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനും ഇപ്പം കണ്ട് വരുന്നുണ്ട്. റീസെൻ്റ്ലി ഞാൻ ഈ ആൽഗൽ ബ്ലൂമിനെ കുറിച്ച് വായിച്ചപ്പോൾ കണ്ടത് ഗ്ലോബലി പല ഏരിയയിലും ഈ ആൽഗൽ ബ്ലൂം കാണപ്പെടുന്നുണ്ട് ഈ സീ ബീച്ച് ഏരിയയിൽ. അപ്പം നമ്മുടെ കേരളത്തിലും റീസെൻ്റ്ലി ഒരു ആൽഗൽ ബ്ലൂമിൻ്റെ ഒരു പിക്ചർ കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല അസുഖങ്ങൾ വൈറസസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ സാൽമണല്ല, വിബ്രിയോ കോളറ. വിബ്രിയോ ആണ് മെയിൻലി കാണുന്നത്. അപ്പോൾ കോളറ ഔട്ട് ബ്രേക്ക് ഈ ആൽഗൽ ബ്ലൂമും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ടിക് ബോൺ ഡിസീസ് വൈൽഡ് ലൈഫുമായിട്ടുള്ളൊരു കണക്ഷൻ ബാരിയർ ബ്രേക്ക് ചെയ്യുന്നതും, മറ്റ് ബ്രൂസെല്ലോസിസ് നമ്മുടെ ഫാം ആനിമൽസ് ആൻഡ് ക്ലോസ് ഇൻട്രാക്ഷൻ ഓഫ് ഫാം ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ഉണ്ടാവുന്നതും, അതേപോലെ ഒരു ഇതാണ് നമ്മുടെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സീ ലൈഫ് ആൻഡ് ഹ്യൂമൻസ് ഉണ്ടാവുന്ന ഒരു ഇതാണ് വിബ്രിയോ. ഇപ്പം വിബ്രിയോ വളരെ ഉണ്ടാകുന്നുണ്ട്. സാൽമണല്ല ടൈഫിയും പാരാടൈഫിയും കാണുന്നത്. പാരാടൈഫി മോർ ഇൻറ്റു സെലൈൻ എൻവയൺമെൻറ്റിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഓർഗാനിസം ആയതുകൊണ്ട് അത് ഇത്രയും കണക്ഷനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ഇപ്പം നമ്മൾ സർവൈലൻസ് ഏതിലേക്ക് ഫോക്കസ് ചെയ്യണം, നമ്മൾ എന്തെന്ന് പറഞ്ഞ് നമ്മൾ സർവൈലൻസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ഒരു ഹ്യൂമൻ ആണെങ്കിലും ഡോക്ടറിൻ്റെ കേസിൽ ഒരു ആനിമൽ ആണെങ്കിലും സിംറ്റമായിട്ട് വരുമ്പോഴത്തേക്ക് അതിനെ അസസ്മെൻറ്റിൽ എന്തൊക്കെ വരണം, ഇപ്പോൾ ഏർലി ഡയഗ്നോസിസ് ഡിറ്റക്ഷനിൽ സപ്പോസ് ഇഫ് ഇറ്റ്സ് അൺനോൺ
ഇപ്പം ഹ്യൂമൻസിൽ ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതേപോലെ ഫീവർ അല്ലെങ്കിൽ സിംറ്റംസ് ഓഫ് അൺനോൺ ഒറിജിൻ അങ്ങനെയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പോൾ നമുക്ക് ബ്രൂസെല്ല കുറച്ച് കേസുകൾ കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ 1-2 കേസുകൾ ആ വീട്ടിൽ പശുവുണ്ട്. ആ പശുവിന് ചെറിയൊരു പക്ഷേ നോട്ട് ചെയ്യുന്ന തരത്തിൽ സിംറ്റംസ് ഒന്നുമില്ല, ചെറിയ എന്തോ ഫീവറുമായില്ല, അതങ്ങ് പോയി. പക്ഷേ ഈ കർഷകൻ ഒത്തിരി നാൾ പനിയായിരുന്നു, പല ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ഫൈനലി ഡയഗ്നോസ് ചെയ്തപ്പോഴാണ് ബ്രൂസെല്ലയാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് പിന്നെ നോക്കുന്നതും ഈ പശുവിൻ്റെ സാമ്പിൾ നോക്കുമ്പോൾ പശു ബ്രൂസെല്ല പോസിറ്റീവായിരുന്നു. ഇതൊരു കേസാണ്. അപ്പം ആ വീട്ടിൽ അനിമലുണ്ട്, ആ അനിമലിൽ നിന്നാണ് ഈ കർഷകന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ വേറൊരു കേസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ബ്രൂസെല്ല പോസിറ്റീവാണ്. പക്ഷേ കർഷകൻ്റെ മീൻസ് അതൊരു കർഷകനല്ല, വീട്ടിൽ യാതൊരു വിധത്തിലുള്ള അനിമൽസ് ഒന്നുമില്ല, പശുവില്ല, പട്ടിയോ ഒന്നുമില്ല. അപ്പോൾ അത് ശരിക്കും നമ്മൾ പിന്നെ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കുമായിരുന്നു. കാരണം അനിമൽസിൽ നിന്നാണല്ലോ ബ്രൂസെല്ല വരുന്നത്. അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ പുള്ളി മാർക്കറ്റിൽ എന്തോ പോയിരുന്നു, അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയോ കിട്ടിയതാണ്. അപ്പോൾ ഡോക്ടർ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഇത് അൺഡിറ്റക്റ്റഡ് ആയി പോകും. ഇപ്പോൾ നോർമലി ഒരാൾ ഫീവർ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യും? നോർമലിയുള്ള ടൈഫോയിഡോ ഡെങ്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ബ്രൂസെല്ല പോലുള്ളൊരു അസുഖത്തിന് ടെസ്റ്റ് ചെയ്യാൻ സാധാരണയായൊരു ഡോക്ടർ ചിന്തിക്കില്ല. കാരണം അതങ്ങനെ ഒരു കോമൺ കേസ് അല്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ വീട്ടിൽ അനിമൽസ് ഉണ്ടോ, അനിമൽസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു റൂട്ടിലേക്ക് പോകും. പക്ഷെ ചില കേസിൽ ഇങ്ങനെ അനിമൽസുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാഞ്ഞിട്ട് കൂടി വരുന്ന കേസുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും കൂടെ ആരോഗ്യമാണ്. അതെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ മനുഷ്യർക്ക് നിലനിൽപ്പുള്ളൂ, ആരോഗ്യവും നിൽക്കാൻ പറ്റൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സീ അനിമൽസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ അനിമൽസിൻ്റെ ആണെങ്കിലും ഹ്യൂമൻസിനാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്തെങ്കിലും ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് അല്ലെങ്കിൽ ഓവർ യൂസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളുടെയും അവിടുത്തെ സസ്യജന്തുജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും പ്രകൃതിയുടെയും മൊത്തത്തിലുള്ള ആരോഗ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം പല അസുഖങ്ങൾക്കെതിരെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാറുണ്ട്. ചില സമയങ്ങളിലെങ്കിലും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ യൂസുള്ള ആൻറ്റിബയോട്ടിക് അതിൻ്റെ എല്ലാ റെസിഡ്യൂസ് ഇപ്പോൾ ഞാനിപ്പോൾ അനിമൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അനിമൽസിൽ ഇപ്പോൾ പശുക്കളിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാതെ നിവർത്തിയില്ല. പക്ഷേ ചില സമയത്തെങ്കിലും ഓവർ യൂസ് കൊണ്ട് ആൻറ്റിബയോട്ടിക്സ് റെസിഡ്യൂ ഉണ്ടാവുകയും ഇത് പാലിലൂടെയും ഒക്കെ, ഇപ്പോൾ പശുവിനാണെങ്കിൽ പാല്, കോഴിയാണെങ്കിൽ മുട്ട, ഇതെല്ലാം മനുഷ്യരാണ് അതിൻ്റെ എൻഡ് യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവലി ഡെയിലി ഇതിലൂടെ എല്ലാം നമ്മുടെ ശരീരത്തിലേക്കും ആൻറ്റിബയോട്ടിക്സിൻ്റെ റെസിഡ്യൂ വരികയും ഈവൻ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും അതിനെതിരെ ആ പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിനാണല്ലോ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും നമ്മുടെ ഈ AMRൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസും അവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാനില്ലാത്തൊരു സാഹചര്യം വരും. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു മരുന്ന് ടെസ്റ്റ് ചെയ്ത് പുതിയൊരു ആൻറ്റിബയോട്ടിക്കൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്ര വർഷത്തെ, ഇപ്പോൾ ഉപയോഗിക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് 30-40 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച വേണം. അപ്പോൾ അതിനൊക്കെ എതിരെ ഈ പറയുന്ന ബാക്ടീരിയകളും ഒക്കെ റെസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതെല്ലാം എൻവയോൺമെൻറ്റിനെ പൊള്യൂട്ടാക്കുന്നുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന അനിമൽസിൽ യൂസ് ചെയ്യുന്നതെല്ലാം ഈ എൻവയോൺമെൻറ്റിനെ പൊള്യൂട്ടാക്കും. ഇത് ഫൈനലി എത്തിച്ചേരുന്നത് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിലാവും. അപ്പോൾ നാച്ചുറലി അവിടുത്തെ അനിമൽസ്, മറൈൻ അനിമൽസ്, അക്വാറ്റിക് എല്ലാം എഫക്റ്റ് ആവും. ഈ മറൈൻ ഫിഷസ് തന്നെയാണ് നമ്മൾ വീണ്ടും കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു അക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഹ്യൂമൻസിനുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരുടെ ആരോഗ്യം നന്നാക്കണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള പ്രകൃതിയും എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യം ഉറപ്പുവരുത്തണം. അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഇറാഷണൽ യൂസും അതിൻ്റെ എൻഡ് യൂസർ നമ്മുടെ ഹ്യൂമൻസ് ആവുന്നതും, അതുകൂടാതെ ഇത് വേസ്റ്റായിട്ട് പോകുന്നത് നമ്മുടെ സീയിലേക്ക് വന്ന് അടിയും, അതുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ സെയിം സിനേറിയോ ആണ് നമ്മൾ
പെസ്റ്റ് കൺട്രോളിലും യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഒരു റൂട്ട്. സോ ഇതെല്ലാം പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് യൂട്രോഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് പല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കും ഒരു ഹ്യൂമൻ മെയ്ഡ് കെമിക്കലാണെന്ന് പറയാമല്ലോ. അതായത് ഈവൻ ദോ പ്ലാന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നോ നമ്മൾ ഡിറൈവ് ചെയ്തതാണെങ്കിലും ദർ ഇസ് എ കോമ്പണൻറ്റ് വിച്ച് ഇസ് ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫെർട്ടിലൈസേഴ്സും. അപ്പം ഇതെല്ലാം ചെന്ന് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ് നടന്ന് നമ്മുടെ ഓരോ ആദ്യത്തെ ലെവൽ ഓഫ് ഓർഗാനിസത്തിൽ വന്ന് അടിയുന്നതും പിന്നെ അത് പ്രിഡേറ്ററി സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്ത് ബയോമാഗ്നിഫിക്കേഷൻ എന്ന രീതിയിലും അവസാനം വലിയ വലിയ ആനിമൽസ്, ഫോർ എക്സാമ്പിൾ വെയിൽസ്, ഷാർക്സ് അല്ലെങ്കിൽ ലാർജ് ഫിഷസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഒരുപാട് കെമിക്കൽ കമ്പോണൻറ്റും കണ്ടാമിനേഷനും അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സും. ഇപ്പം ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ്. ഇതേപോലെ റെസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ഫെർട്ടിലൈസേഴ്സും കൂടെ വരികയാണെങ്കിൽ നമുക്കൊരു അൺനോൺ കെമിക്കൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പ്ലസ് പ്ലാസ്റ്റിക്സും കൂടെ വരികയാണെങ്കിൽ, മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ ആഡ് ഓണും കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു മോളിക്യൂൾ ഉണ്ടാക്കുകയും പിന്നെ നമ്മളതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയും കോംപ്ലെക്സിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം വായിച്ചു. അതായത് നമ്മളിപ്പം ഹ്യൂമൻസ് ആനിമൽസിനെ പ്രിഡേറ്റ് ചെയ്യുന്നതും ഫിഷസിനെ അല്ലെങ്കിൽ സീ ആനിമൽസിനെ പ്രിഡേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കോ എക്സിസ്റ്റൻസിൻ്റെ കുറേ ഒരു എക്സാമ്പിൾസ് ഉണ്ട്. അതായത് സിംബയോട്ടിക് റിലേഷൻഷിപ്സ് ഉള്ള, ഇപ്പോൾ പ്ലാന്റ്സിനുണ്ട് ഒരുപാട് സിംബയോട്ടിക് റിലേഷൻസ്. ഈ ആൽഗെ ആൻഡ് സർട്ടൻ ട്രീ ബാർക്സ്, അപ്പം പിന്നെ ചില ഡെഡായിട്ടുള്ള പ്ലാന്റ്സിൽ ഫീഡറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല സിംബയോട്ടിക് ആയിട്ടുള്ള റിലേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓക്സ്പെക്കേഴ്സ് എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ ഓക്സ്പെക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ബേർഡ്സ് ദേ സിറ്റ് ഓൺ ഓക്സസ് ആൻഡ് ഹെൽപ്പ് ദ ഓക്സസ് ടു അവരുടെ ഫേറിൽ അല്ലെങ്കിൽ അവരുടെ സ്കിന്നിൽ വരുന്ന ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഈ ടിക്സ് അങ്ങനത്തെ ചെറിയ ചെറിയ വെക്ടേഴ്സിനെ പെക്ക് ചെയ്ത് കളയുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ഡിസീസ് ഉണ്ടാക്കാതെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സിംബയോസിസ്. ആ ഒരു സിംബയോസിസ് ഹ്യൂമൻ കോംപ്ലെക്സ് മൈൻഡിൽ ഉണ്ടായില്ലെങ്കിൽ, ഐ മീൻ ഹ്യൂമൻസ് ഷുഡ് ഓൾസോ തിങ്ക് അബൌട്ട് സച്ച് സിംബയോസിസ് വിത്ത്, ഇപ്പം നമുക്ക് പെറ്റ്സ് ഉണ്ട്, ബട്ട് ഹൗ ഫാർ വി ക്യാൻ എക്സ്റ്റെൻഡ് അവർ symbiotic relationship with other animals and other organisms and environment എന്ന് പറയുന്നത് നമ്മൾ ഐ തിങ്ക് വി ഷുഡ് എക്സ്പ്ലോർ മോർ ഓൺ ഇറ്റ്. നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഫാം ആനിമൽസ് നമ്മുടെ ഒരു സസ്റ്റനൻസിന്, ഹ്യൂമൻ സസ്റ്റനൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഫിഷറീസിൽ. അപ്പം ഫിഷസ് ഇപ്പം നമുക്ക് കൂടുതലും കോസ്റ്റൽ ഏരിയ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഫിഷസിനെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പം ഈവൻ പിന്നെ പലതരം ബേർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ പലതരം ഫോംസ് ഓഫ് ലൈഫിനെ നമ്മൾ പ്രിഡേറ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന കാറ്റഗറി ആയിട്ട് മാറിയിരിക്കുകയാണ് ഹ്യൂമൻസ്. പക്ഷേ അത് മാറി കൂടുതൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്ത് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ എൻവയൺമെൻറ്റ്, ദർ ഇസ് പൊല്യൂഷൻ, ദർ ഇസ് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ ഉള്ള ഒരു അവെയർനെസ്സും അത് എങ്ങനെ അപ്പോൾ നമ്മൾ ഫാം ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഹ്യൂമൻ സസ്റ്റനൻസ് ഒരു കോമ്പണൻ്റ് ആണ്, എക്കണോമി ബൂസ്റ്റ് ചെയ്യാനും ഒരു കോമ്പണൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. സെയിം ആണ് നമ്മുടെ ഫിഷറീസിൽ നമ്മൾ കൂടുതൽ ഫിഷസിനെ ഡിപ്പെൻഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന ഹ്യൂമൻസ് ഉണ്ട്. കോസ്റ്റൽ ഏരിയ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ
ഫിഷസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിരിക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ദറ്റ് ഹ്യൂമൻസ് ഷുഡ് റിയലൈസ് ദാറ്റ് നമ്മൾ ഒരു പ്രിഡേറ്റർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ലെവലിൽ ഇരിക്കുകയാണ്, നമ്മളൊരു പ്രൊഡ്യൂസർ അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എത്രത്തോളം ബാക്കി ലൈഫ് ഫോംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും അവരെ കൂടുതൽ പഠിച്ച് rather than destroying them or rather than consuming them, അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കോ എക്സിസ്റ്റൻസിനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കുക, ഇതാണ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവയർനെസ് ക്രിയേഷൻ, അതായത് പൊല്യൂഷൻ കാരണം ലൈഫ് പല ഫോംസ് ഓഫ് ലൈഫ് ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റെൻഷൻ ആണെന്നും, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ബാധിക്കുന്ന മാത്രമേ നമ്മൾ അവെയർ ആവുന്നുള്ളൂ. പക്ഷെ ബാക്കി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അത് നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അവയർനെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞപ്പോൾ ഹ്യൂമൻസിലെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം നമുക്കറിയാം, എങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന്. അതുപോലെ തന്നെ ഓരോ സെക്ടറിലും ഫാം അനിമൽസ് ആയാലും വൈൽഡ് അനിമൽസ് ആയും അവരെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഫാം അനിമൽസിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടും ഡയറി സെക്ടർ എടുക്കുകയാണെങ്കിൽ പശുക്കൾ, ഇപ്പം മനുഷ്യനെന്നും കൂടുതൽ പാലുൽപാദനമുള്ള മൃഗത്തിനെ വളർത്താനാണ് താല്പര്യം. ശരിക്കും ഒരു പശു അതിൻ്റെ പാല് അതിൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഒരു 4 മാസത്തേക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ബ്രീഡിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ച് പല വർഷങ്ങളായിട്ട് ഈ പ്രൊഡക്ഷൻ ജീൻസ് എല്ലാം മോർ ആൻഡ് മോർ പ്രൊഡക്ഷൻ ജീൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ഇന്ന് കാണുന്ന ഹൈ പ്രൊഡ്യൂസിങ് അനിമൽസിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രീസിൻ, ഈ ഇനങ്ങളെല്ലാം ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ക്രോസ് ബ്രീഡിങ് വന്നു, കേരളത്തിലും ക്രോസ് ബ്രീഡിംഗ് ആണ്. അപ്പോൾ അന്ന് എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ പാൽ കിട്ടണം, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു ഈ ക്ലൈമറ്റിൽ ഓരോ അനിമൽസിനും അതിൻ്റേതായ ഒരു സ്വാഭാവികമായ ക്ലൈമറ്റിലാണ് അതിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഒരു പശുവിന് അവിടെ 50 ലിറ്റർ തരാൻ പറ്റുമായിരിക്കും, പക്ഷേ കേരളത്തിലെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ അതിന് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ ആ അനിമൽ സ്ട്രെസ്സിലായിരിക്കും. ഗ്രാജുവലി അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും. റീപ്രൊഡക്ഷൻ എപ്പോഴും ഒരു ലക്ഷറിയാണ് റീപ്രൊഡക്ഷൻ. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ അനിമൽസ് റീപ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ അനിമൽസിൻ്റെ കേസിൽ ഇപ്പം ഡയറി സെക്ടർ ആണെങ്കിൽ റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ ഉള്ളൂ. അപ്പോൾ ഓരോ ആനുവലി ഒരു കാഫ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പാലുൽപാദനമുള്ളൂ. അപ്പോൾ ഇനി മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് റെസീലിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അനിമൽസിനെയും ക്രോപ്പ് വെറൈറ്റീസിനെയാണ് ആവശ്യം. അപ്പോൾ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന് മിറ്റിഗേഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചും പിന്നെ അഡാപ്റ്റേഷനും. ഇപ്പോൾ നമുക്ക് മിറ്റിഗേഷൻ എങ്ങനെയെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ഹ്യൂമൻ സൈഡ് കൊണ്ടുണ്ടായ പ്രോബ്ലംസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അത് നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഒപ്പം അഡാപ്റ്റേഷനും, ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ മിറ്റിഗേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് കാർബൺ ഫുട് പ്രിൻറ്റിങ്, അങ്ങനെയുള്ള കാർബൺ എമിഷൻ കുറയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെഹിക്കിൾസിൻ്റെ യൂസ്, ഇപ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽ വെഹിക്കിൾ ഉപയോഗിക്കുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൈസൈക്കിൾ യൂസ് ചെയ്യുക, അങ്ങനെയുള്ളതെല്ലാം പല കൺട്രീസും ഇതെല്ലാം ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, ക്രോപ്പ് ആണെങ്കിലും കുറച്ച് ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറിലും പ്രൊഡക്ഷൻ തരാൻ പറ്റുന്ന വെറൈറ്റീസ്, പ്ലാന്റ്സിൻ്റെ കേസിലും അതുപോലെ അനിമൽസിൻ്റെ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയറി അനിമൽസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ടെമ്പറേറ്റ് കണ്ടീഷൻസിൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ് പോലെയുള്ള കൺട്രീസ് തണുപ്പ് രാജ്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ അനിമൽസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം അവരുടെ പ്രൊഡക്ഷൻ അത്രയും ലെവലിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ കൂടുതൽ എക്സോട്ടിക് ഇൻഹെറിറ്റൻസിലേക്ക് പോകുന്നതിന് പകരം ഒരു മീഡിയം ഇൻഹെറിറ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഒപ്പം നമ്മുടെ നാച്ചുറൽ വെറൈറ്റീസ് ആയിട്ടുള്ള അനിമൽസിനെ
ഒരു കൺസർവേഷൻ. കാരണം അവരുടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെച്ചൂറായാലും ഗിറായാലും സഹിവാള എല്ലായാലും ഇന്ത്യയുടെ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് അതാത് ലോക്കലി അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജീൻസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരെ കൺസർവ് ചെയ്തില്ലെങ്കിൽ ആ ജീൻസ് എല്ലാം എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ ആ ജീൻസുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രോസ് ബ്രെഡ് വെറൈറ്റി അത് നമുക്ക് 2 തരത്തിലും പ്രൊഡക്ഷൻ ആവറേജ് ലെവലിലും അതേസമയം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വെറൈറ്റീസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അനിമൽസിന് മാത്രമല്ല പ്ലാന്റ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ, കാരണം നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മനുഷ്യൻ്റെ കഴിവുകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എഫക്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറയ്ക്കാനും പിന്നെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, പിന്നെ റീഫോറസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെല്ലാം കൺസർവേഷൻ പറ്റുന്ന രീതിയിൽ കൺസർവേഷനിലേക്ക് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഫോറസ്റ്റേഷൻ വൺ ഓഫ് ദ ക്ലൈമറ്റ് മിറ്റിഗേഷൻ മെത്തേഡ്സ് ആണ്. കാർബൺ സിങ്ക് ഉണ്ടാക്കുകയും അപ്പം കാർബൺ ഫുട് പ്രിൻറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ലെവൽ കുറയ്ക്കുകയും പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ടുള്ള സീരീസ് ഓഫ് ഇവൻറ്റ്സ് ബിക്കോസ് ഓഫ് റൈസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന ആ ഒരു വിഷ്യസ് സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. സോ റീസെൻ്റ്ലി നമ്മൾ ആന്ത്രോപോജനിക്, അതായത് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കാരണം കുറച്ച് എൻവയറമെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഫ്യൂംസും അതിൻ്റെ പൊല്യൂട്ടൻസും, പിന്നെ അതേപോലെ തന്നെയാണ് മറൈനും ഏവിയേഷനും. ഇപ്പം നോയിസ് പൊല്യൂഷനുണ്ട്, എയർ പൊല്യൂഷനുണ്ട്, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ 3 തരം പൊല്യൂഷനും. അത് എല്ലാം ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും അത് ലാൻഡിൽ നിന്ന് പിന്നെ അത് റിവറിലേക്ക് ഡിസ്പോസ് ചെയ്ത് പിന്നെ അത് സീയിലെത്തുക. അപ്പോൾ അങ്ങനത്തെ പൊല്യൂഷൻ. പിന്നെ വെഹിക്കിൾസിൻ്റെ ഭാഗമായിട്ട് മോട്ടറൈസ്ഡ് വെഹിക്കിൾസ്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഒരു സൊല്യൂഷൻ, പലതിനും സൊല്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ കണ്ടുവരുന്ന ഇതിൻ്റെയൊക്കെ ഒരു നമുക്കൊരു അൺനോൺ റീസൺ കാരണം ഉണ്ടാകുന്ന കുറേ ഔട്ട്ബ്രേക്സ്. ഫോർ എക്സാമ്പിൾ ലാൻഡ് ഫിൽ ഫയർസ്. നമുക്ക് ലാൻഡ് ഫില്ല് മിക്സഡ് സോളിഡ് വേസ്റ്റ് വന്നിട്ട് അതിൻ്റെ ഫയേഴ്സ്. പിന്നെ റീസെൻ്റ്ലി നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കണ്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ ഫയേഴ്സ്, റിമെയിൻസിൽ വന്ന ഫയേഴ്സ്, പിന്നെ ഫോറസ്റ്റ് ഫയേഴ്സ്. ഇതെല്ലാം കൂടാതെ ആമസോൺ ഫോറസ്റ്റിൻ്റെ ഫയർ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഇൻഡിക്കേഷനാണ് ദാറ്റ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഈസ് മോർ ആൻഡ് ഹ്യൂമൻസ് ആർ കോസിങ് ട്രബിൾ ടു ദ എൻവയൺമെൻറ്റ്. ആനിമൽസിന് നമ്മളെപ്പോലെ കോഗ്നിഷൻ ഇല്ല, ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഹ്യൂമൻസിന് ആ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാനും അത് ആക്ട് അപ്പോൺ ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഡിസിഷൻ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള, അനലൈസ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ബീയിങ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ മെഷേഴ്സ് എടുക്കേണ്ട ആവശ്യം നമ്മുടെ സൈഡിൽ നിന്നുണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ കുറച്ച് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഗ്ലേഷ്യർ മെൽറ്റിങ്, റിവേഴ്സൊക്കെ ഡെഡ് റിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബിക്കോസ് ഓഫ് ദ ഫ്ലോ, ഇൻക്രീസ് ഫ്ലോ ആൻഡ് ഡിസ്പോസ് their end point is the sea, and sea വന്നിട്ട് most of the rivers are getting dead or thinning out, or tributaries ഒക്കെ കുറയാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റേതെല്ലാം വാട്ട് എവർ ഇസ് അറ്റാച്ച്ഡ് ടു ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ വാട്ട് എവർ ലൈഫ് ഇസ് അറ്റാച്ച്ഡ് ടു ദീസ് നാച്ചുറൽ റിസോഴ്സസ് അതെല്ലാം ഡിപ്ലീറ്റ് ആവുകയാണ്. അതേപോലെ തന്നെ റൈസ് ഇൻ സീ ലെവൽ, ഇതൊക്കെയാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നു. പിന്നെ ചില ഏരിയാസ് ഇൻ ദ സീ ഡെഡ് ആവുന്നു. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ഡിപ്ലീഷൻ കാരണം അവിടുത്തെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റ് ആവുന്നു. അതിൻ്റെ ഒരു പഴയ എക്സാമ്പിളാണ് ഡെഡ് സീ. അതൊരു ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കാരണം ഡെഡായ ഒരു വാട്ടർ ബോഡിയാണ്
ദാറ്റ് ഈസ് മോർ ഓഫ് അഗ്രികൾച്ചർ വാസ് ഹാപ്പനിങ് അറൗണ്ട് ദ വാട്ടർ ബോഡി. അതിനുശേഷം സ്ലോലി അത് യൂസ്ഡപ്പായി കൺസ്യൂമായി അതൊരു യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഏരിയ ആയി മാറുകയും പിന്നെ അതിനെ ഇപ്പം ദേ ആർ ടേക്കിംഗ് മെഷേഴ്സ് ടു റീജുവനേറ്റ് ആൻഡ് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള മെഷേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചും പിന്നെ ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ ഒരു അവെയർനെസ് ഇല്ലാത്ത കാരണം ഉണ്ടാകുന്ന കുറേ ഇൻ്റർഫിയറൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിന് ഒരു സസ്റ്റൈനബിൾ ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു കോ എക്സിസ്റ്റൻസിനുള്ള ഒരു മെഷേഴ്സ്, വാട്ട് ആർ ദ മെഷേഴ്സ്? അപ്പം ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഉള്ള ഒരു എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? പ്രകൃതിയെ മുഴുവനായും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വേളയിലെങ്കിലും അതെല്ലാം തിരിച്ചറിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ നാളെ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്ക് ആവുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കൺസർവേഷൻസ്, ഫോറസ്റ്റ് ആയാലും വെറ്റ്ലാൻഡ് ആയാലും വാട്ടർ ബോഡീസ് ആയാലും എല്ലാം കൺസർവ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്ലാനിങ് കേരളത്തിലും ഇന്ത്യയിൽ നിന്നല്ല ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും എല്ലായിടത്തും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ആസ്പെക്റ്റ് വരുവാണെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ ആനിമൽസ് ഡിസീസ് അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ വരുവാണെങ്കിൽ സർവൈലൻസ് ആൻഡ് മോണിറ്ററിങ് അത് ഹ്യൂമൻ സൈഡിൽ നിന്ന് മാത്രമല്ല അനിമൽസും വൈൽഡ് അനിമൽസും അക്വാകൾച്ചറും എല്ലാം മൊത്തത്തിൽ ഒരു കണ്ടിന്യൂസ് സർവൈലൻസും സ്ക്രീനിങ്ങും നിരീക്ഷണവും ഒക്കെ ആവശ്യമാണ്. കാരണം നമുക്കറിയാം നമ്മളിതൊരു ചെയിനാണ്. ഈ ചെയിനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അത് എല്ലാ ഫുൾ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരു നല്ലൊരു കൊളാബറേറ്റീവ് മൾട്ടി ഫാസറ്റഡ് അപ്രോച്ച് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഹ്യൂമൻ സൈഡിൽ നിന്നോ വെറ്റിനറിയിൽ നിന്നോ അക്വാകൾച്ചറോ ഫിഷറീസ് അങ്ങനെ മാറി നിൽക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ഒരു കോമൺ നല്ലതിന് വേണ്ടിയിട്ട് പോരാടുകയും നല്ലൊരു ആശയവിനിമയവും കോർഡിനേഷനോട് കൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനത്തെ മെഷേഴ്സ് എടുത്താൽ, അതായത് നമ്മൾ ഒരു അവെയർനെസ് ക്രിയേഷൻ, പിന്നെ നമ്മൾ ഈ റാഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഓവർ യൂസ് ചെയ്യാതിരിക്കുക, മിനിമൽ ഡിപ്പെൻഡൻസ് ഓൺ ദ എൻവയൺമെൻറ്റ് ആൻഡ് എന്താ പറയുക റിസോഴ്സസ് നല്ലോണം മാനേജ് ചെയ്യുക. ലൈക്ക് വാട്ട് എവർ റിസോഴ്സസ് വി ഹാവ് അത് നല്ലോണം മാനേജ് ചെയ്യുക, സോ ദാറ്റ് വി ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ ടു അതർ ബീയിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് അതർ ഓർഗാനിസത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ നമ്മൾ ത്രെറ്റൻ ചെയ്യാതിരിക്കുക. പിന്നെ അതുകൂടാതെ വേറെ ഇപ്പം ഒരു നിവൃത്തിയില്ല, നമുക്ക് ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് അല്ലെങ്കിൽ സീ ലൈഫിലുള്ള ആനിമൽസ് അല്ലെങ്കിൽ ഫ്ലോറ നമ്മൾ പ്രിസർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം വൾച്ചർ പ്രിസർവേഷൻ, പിന്നെ ടൈഗർ പ്രിസർവേഷൻസ് ഉണ്ട്, അങ്ങനെ പല പ്രിസർവേഷൻസും. വെയിൽസ് ഉണ്ട്, കോറൽ റീഫ്സ് ആർ ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം ആണെന്നാണ് പറയുന്നത്. അപ്പം എക്കോസിസ്റ്റം ഇൻ എക്കോസിസ്റ്റം, അപ്പോൾ അത് അങ്ങനെ പല എക്കോസിസ്റ്റം ആ നാച്ചുറലി കോ എക്സിസ്റ്റിംഗ് മൈക്രോ സിസ്റ്റത്തിനെ നമ്മൾ പ്രിസർവ് ചെയ്യാനുള്ള, നമ്മൾ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാതെ പ്രിസർവ് ചെയ്യാനുള്ള മെത്തേഡ്സും, പിന്നെ നമ്മൾ എന്താ പറയുക വെൻ വി ലിവ് ആ ഒരു നാച്ചുറൽ എൻവയൺമെൻറ്റിൽ ജീവിക്കുകയും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആന്ത്രോപോജനിക് ആയിട്ട് ഹ്യൂമൻ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാതെ എക്സിസ്റ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ ദർ ആർ അതർ ഇപ്പോൾ ആനിമൽ ഫാമിംഗ് പോലെ തന്നെ അക്വാകൾച്ചർ, സീ ഫാമിംഗ്, അപ്പോൾ അവർക്ക് ഓൺ ദ വേർജ് ഓഫ് ഇപ്പം ഡെഡ് ഫിഷസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നു. അപ്പം വി ഹാവ് ടു തിങ്ക് ഓഫ് ലൈക്ക് ഹൗ വി ഹാവ് പെറ്റ് ആനിമൽസ്. നമുക്കിപ്പോൾ പെറ്റ് ഫിഷസ് ഉണ്ടല്ലോ, സോ പെറ്റ് ഫിഷസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം.
അതേപോലെ തന്നെ സീ ഫാമിങ്, പിന്നെ ഏവിയൻ ആയിട്ടുള്ള പ്രിസർവേഷൻ. ഇപ്പം പല ബേർഡ് സാങ്ച്വറീസ് ഒക്കെ ഉണ്ട്. അപ്പം അതേപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബേർഡ് സാങ്ച്വറീസ്, അതിനെയൊക്കെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ വിടുക. ഇതൊക്കെയാണ് സം ഓഫ് ദ ലോങ് ടേം സസ്റ്റൈനബിൾ സൊല്യൂഷൻസ്. ഇതിപ്പോൾ ഒരു ഗ്ലോബലി മാത്രമല്ല, ഇതൊരു വലിയ രീതിയിൽ തന്നെ വേണം എന്നില്ല. അത് ഇൻ്റർനാഷണലി, നാഷണലി, സ്റ്റേറ്റ് വൈസ്, ഈവൻ നമ്മുടെ ഒരു ലോക്കൽ റീജിയനിൽ പോലും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലരും ഇതെല്ലാം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഗോയിങ് ബാക്ക് ആണ് ഇപ്പോൾ എല്ലാവരും ഓർഗാനിക് ഫാമിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ജൈവ വളങ്ങൾ കൂടുതലും ഈ ബയോ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനത്തെ കൃഷി രീതികളും ഇതെല്ലാം എൻഡ് യൂസറിലേക്ക് സൈക്കിളാണല്ലോ. എന്തായാലും ഇത് നമ്മളിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും എൻവയോൺമെൻറ്റിന് കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിൽ സഹായിക്കും അത്. പിന്നെ ടെക്നോളജീസ് ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പല സ്പീഷീസും എൻഡേഞ്ചേർഡ് ആയതിന് തന്നെ നമുക്ക് ഊസൈറ്റ് പ്രിസർവേഷൻ, നമുക്ക് സ്പേം പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ പിന്നെ ഒരു കാലത്ത് നമുക്ക് ആ ഒരു ജേം പ്ലാസം വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി നമുക്ക് വീണ്ടും അതിനെ സൃഷ്ടിക്കാൻ കഴിയും. എംബ്രിയോ പ്രിസർവേഷൻ, ഇതെല്ലാം നമുക്ക് ഇൻവൈവോ, ഇപ്പോൾ മീൻസ് ഇത് ഇൻവൈവോയിൽ നമ്മൾ ബയോളജിക്കൽ പാർക്കിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ ഇൻവിട്രോ ആയിട്ട് നമുക്ക് ലാബുകളിൽ ഇതിനെല്ലാം ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇന്ന് നിലവിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ജേം പ്ലാസം എല്ലാം നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ കഴിയുകയും ആവശ്യമെങ്കിൽ, കാരണം നമുക്കറിയില്ല ഈ മാറുന്ന ക്ലൈമറ്റ് ചേഞ്ചിൽ ഏത് ജീൻ അല്ലെങ്കിൽ ഏത് ട്രൈറ്റാണ് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമായി വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് കാത്തു സൂക്ഷിച്ച് വയ്ക്കാം ഇതെല്ലാം. അപ്പം നമ്മളൊരു ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം എനിക്കിപ്പോൾ ഒരു കൺക്ലൂഷൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്, ഒരു ഹൗസ് ഹോൾഡ് ലെവൽ ഒരു പേഴ്സണൽ ലെവലിൽ നമുക്കിതെങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും അതിനെക്കുറിച്ച് നമ്മൾ അവയർനെസ്സും അതിൻ്റെ പ്രൊമോഷൻ ചെയ്യണം. അതായത് പീപ്പിൾ ഷുഡ് ബി അവെയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ ഇറ്റ് വിൽ എഫക്റ്റ്, ആ ഒരു പേഴ്സണൽ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിൽ എഫക്റ്റ് ഇൻ എ മാക്രോ ലെവൽ എന്നുള്ളൊരു കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പം പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ലെസ് പൊല്യൂട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ കൂടുതലും പണ്ട് കാലങ്ങളിൽ എങ്ങനെ ചെയ്തിരുന്നു അതൊക്കെ ഇപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പം തിരിച്ച് വരുന്ന ഇപ്പോൾ ക്ലോത്ത് പാഡ് പണ്ട് എങ്ങനെയായിരുന്നു, നമ്മൾ തുണി തന്നെ ആയിരുന്നില്ല മെൻസ്ട്രേഷൻ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റിഫൈൻഡ് ആൻഡ് മോഡിഫൈഡ് ഫോമാണ് ഇപ്പം നമ്മൾ ക്ലോത്ത് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ കൂടുതലും നമ്മൾ എക്കോ സിസ്റ്റമായിട്ട് ഇണങ്ങിച്ചേരുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യാം. പിന്നെ ഹൗസ് ഹോൾഡ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലെസ് ഓഫ്, ഇപ്പോൾ ക്ലീനിങ് മെറ്റീരിയൽ ആണെങ്കിലും അതെല്ലാം കൂടുതലും നമ്മളൊരു നാച്ചുറൽ രീതിയിൽ വിടുക. ദെൻ ഒബ്സർവ് ചെയ്യാം നമുക്ക് വെദർ എനി പെസ്റ്റ് ഓർ എനി വെക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ. വെള്ളത്തിൻ്റെ കെട്ട് നമുക്ക് കുറയ്ക്കാം. സോ മോസ്കിറ്റോ ബ്രീഡിങ് കുറയ്ക്കാം. അതേപോലെ തന്നെ ഗപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഇറാഷണലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ വി ആർ ലേസി ദാറ്റ് വി നോ ദാറ്റ് ദിസ് ഷുഡ് ബി ഡൺ. പക്ഷെ നമ്മൾ ചെയ്യാനൊരു മടി അല്ലെങ്കിൽ നമുക്കൊരു ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഇന്ന് നമുക്ക് പുറത്ത് വന്നിട്ട് നമുക്ക് പല കാര്യങ്ങളും ഹൗസ് ഹോൾഡ് ലെവലിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഡിസ്കഷൻ നിർത്താം. താങ്ക് യു. ആൻഡ് ഇറ്റ് വാസ് എ വെരി വെരി വാസ്റ്റ് ഡിസ്കഷൻ. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ത്രൂ നമ്മൾ ആൾക്കാരിലേക്ക് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കോ എക്സിസ്റ്റൻസിന് പോസിബിലിറ്റി ഉണ്ടെന്നും വാട്ട് ആർ ദ മൈക്രോ ലെവൽ പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പല ഡിസീസസ് ആനിമൽസിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്, അത് പലർക്കും അത് അവെയർ അല്ല. അപ്പം അത് ഒന്ന്. പിന്നെ പണ്ട് കണ്ടുവന്ന ഈ ഫാം ആനിമൽസിൽ നിന്ന് വരുന്ന ഡിസീസസ് ആയിരുന്നു റിംഗ് വേമും, ഒരുപാട് സ്കിൻ ഡിസീസസ് ഉണ്ടായിരുന്നു, റിംഗ് വേം, അങ്ങനത്തെ ഡയറിയൽ ഡിസീസസ്. അപ്പം അതൊന്നും
ഇപ്പം കാണുന്നില്ല എന്ന് വെച്ചാൽ വി ഹാവ് മാനേജ്ഡ് ഇറ്റ് വെരി വെൽ. സോ ദർ ക്യാൻ ബി ഹൗ ന്യൂ ഡിസീസസ് ആർ എമർജിങ്. എമർജൻസ് പോലെ തന്നെ റിസർജൻസും ഉണ്ടാവാം. സോ ഹൗ ലെപ്രസി ഹാവ് റിസർച്ച്, അതേപോലെ പല ന്യൂ ഡിസീസസ്, കോവിഡ് ഹാസ് എമർജ്. അതേപോലെ നമുക്കൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. ഫ്യൂച്ചറിൽ നമ്മൾ ഇറാഷണൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു അൺകൺട്രോളബിൾ അൺമാനേജബിൾ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മളെല്ലാം പ്രിക്കോഷൻസ് എടുക്കുക, നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പേഴ്സണൽ ലെവലിലും ഹൗസ് ഹോൾഡ് ലെവലിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ, നമ്മുടെ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് സ്പ്രെഡ് ചെയ്യുക. താങ്ക് യു.